എല്ലാ PSC എക്സാമിനും പ്രയോജനപ്പെടുന്ന വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അവർ ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇത് ഇക്വേഷൻ രീതിയിലും ചെയ്യാം, അതുപോലെ LCM രീതിയിലും ചെയ്യാം. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ആദ്യം ചെയ്ത് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് എയുടെ ഒരു ജോലി എക്സ് ആയിട്ട് എടുക്കാം, ബി വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ അവർ ഒരുമിച്ച് ഈ ജോലി ചെയ്യുന്നത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സും ബി എന്ന് പറയുന്നത് വൈയും ആയാൽ അവർ ചെയ്തു തീർക്കുന്ന ജോലി എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 10 ആണ്, വൈ എന്ന് പറയുന്നത് 15 ആണ്. 10 ഇൻറ്റു 15 ബൈ 10 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 15 ബൈ 25. 5 ഇൻറ്റു 5 25 2 ഇവിടെ 3, അപ്പോൾ 6 എന്ന് കിട്ടും. ഇനി നമുക്ക് LCM മെത്തേഡിൽ ചെയ്യാം. എയുടെ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ 10 15 ഇതിൻ്റെ LCM എന്ന് പറയുന്നത്, അപ്പോൾ വലിയ സംഖ്യ 15 ആണ്. LCM 15ൻ്റെ ഇരട്ടി 30 ആയിരിക്കും. LCM 30. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ ജോലി 30/10 is equal to 3. ബിയുടെ ഒരു ദിവസത്തെ ജോലി 30/15 is equal to 2. എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 3 + 2 is equal to 5 ആയിരിക്കും. അപ്പോൾ ഒരു ദിവസത്തെ ജോലി 5 ആയാൽ 30 ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു ദിവസത്തെ ജോലി 5 ആയാൽ 30 ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം 30/5 is equal to 6. ഇക്വേഷനും ഉപയോഗിക്കാം, LCM മെത്തേഡും യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എയും ബിയും കൂടി ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? എയും ബിയും ചെയ്യുന്ന ജോലി എക്സ്, ബി വൈ ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ എ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് എന്നിങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സും വൈയും എത്രയാണെന്ന് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി 10, വൈയുടെ 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു 10 ബൈ 20 മൈനസ് 10, 20 ഇൻറ്റു 10 ബൈ 10. അപ്പോൾ നമുക്കിവിടെ ആൻസർ 20 ആയിരിക്കും. ഇനി LCM മെത്തേഡ് നോക്കാം. എയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി 10 ആണ്, ബി 20 ആണ്. അപ്പോൾ ഇവിടെ 10 20, അപ്പോൾ ഇവിടുത്തെ വലിയ സംഖ്യ 20 ആണ്. അപ്പോൾ LCM എന്ന് പറയുന്നത് 20 ആയിരിക്കും. എ പ്ലസ് ബി ബൈ 10 ബി ബൈ 20. ഇവിടെ LCM 20 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി കണ്ടെത്താൻ 20/10 is equal to എന്താണ് ഇവിടെ 2 കിട്ടും. ബിയുടെ ഒരു ദിവസത്തെ ജോലി 20/20 is equal to 1. അപ്പം എ പ്ലസ് ബി എന്ന് പറയുന്നതാണ് നമുക്ക് 2 കിട്ടിയത്. ഇവിടെ എ പ്ലസ് ബി ആണ് 2. ബിയുടെ ഒരു ദിവസത്തെ ജോലിയാണ് 1. അപ്പോൾ ഇതിൽ നിന്നും എ പ്ലസ് ബിയിൽ നിന്നും ബി മൈനസ് ചെയ്താൽ എയുടെ ഒരു ദിവസത്തെ ജോലി കിട്ടും. എ പ്ലസ് ബി മൈനസ് ബി ചെയ്താൽ നമുക്ക് എയുടെ ഒരു ദിവസത്തെ ജോലി കിട്ടും, അത് 1 ആണ്. അപ്പോൾ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ 20 ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണ്? 20/1 ഈസ് ഈക്വൽ ടു 20. അടുത്ത ക്വസ്റ്റ്യൻ, എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. ഇവർ ഒരുമിച്ച് ജോലി തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി.
എങ്കിൽ ബാക്കി ജോലി ബി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ ഇവിടെ നമുക്ക് LCM മെത്തേഡ് തന്നെ ചെയ്യാം. എയുടെ ഒരു ദിവസം ജോലി 12 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും ചെയ്യും. അപ്പോൾ ഇവിടെ 12, 15 ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? LCM 60 ആണ്. 15ൻ്റെ ഇരട്ടി 30. അപ്പോൾ 30ൽ 12 പോവില്ല. അപ്പോൾ അതിൻ്റെ ഇരട്ടി 60 കിട്ടും. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ ജോലി എയുടെ ഒരു ദിവസത്തെ ജോലി 60/12 ഈസ് ഈക്വൽ ടു എയുടെ ഒരു ദിവസത്തെ ജോലി 60/12 ഈസ് ഈക്വൽ ടു 5 അല്ലേ? 12 × 5 60. ബിയുടെ ഒരു ദിവസത്തെ ജോലി 60/15 15/4 60. അപ്പോൾ 4. എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 5 + 4 9 ആണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ജോലി തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എ പോയത്. അപ്പോൾ 4 ദിവസം ഇവർ ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞു. അപ്പം 9 × 4 ഈസ് ഈക്വൽ ടു 36. മൊത്തം ജോലി എന്ന് പറയുന്നത് 60 ആണ്. 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പോൾ 36 ജോലി അവിടെ കഴിഞ്ഞു. അപ്പോൾ 60 - 36 ഈസ് ഈക്വൽ ടു 24. ബാലൻസ് 24 ജോലിയാണുള്ളത്. അപ്പോൾ ബിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 4 ആണ്. 4 ജോലിയാണ് ഒരു ദിവസത്തെ ജോലി. അപ്പോൾ 24 ജോലി തീർക്കാൻ എടുക്കുന്ന സമയം 24/4 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ.